ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചെമ്മീൻ കറിയാണ്. ചെമ്മീൻ പച്ചമാങ്ങ ഇട്ട കറി. അതിന് വേണ്ടി 500 ഗ്രാംസ് ചെമ്മീൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കിട്ടുന്നത് മറ്റേ ടൈഗർ പ്രോൺസ് ആണ് കേട്ടോ. അത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തേക്കാണ്, ചെറിയ ചെമ്മീൻ കിട്ടാത്തതുകൊണ്ട്. പിന്നെ ഒരു 3/4 കപ്പ് പച്ചമാങ്ങ. അപ്പോൾ ഇതിന് കിളിച്ചുണ്ടൻ പച്ചമാങ്ങ കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ല ചെമ്മീൻ കറി ഉണ്ടാക്കാൻ പറ്റും. അതിങ്ങനെ ചെത്തി സ്ലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് മുഴുവൻ ചേർക്കേണ്ട, ആദ്യം നമുക്ക് നോക്കാം. പുളി അനുസരിച്ച് പിന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി. അപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. വേണമെങ്കിൽ എരിവുള്ളതും കാശ്മീരിയും മിക്സ് ചെയ്ത് ചേർക്കാം. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. മൺചട്ടിയിലേക്കാണ് എല്ലാം ചേർത്തിരിക്കുന്നത്. പിന്നെ ഇതൊന്ന് മൂടി നിൽക്കാൻ വേണ്ടി മാത്രം ആവശ്യമുള്ള ഇത്രയും വെള്ളം. ഇത്ര മതി. കാരണം ഇതിലേക്ക് ഇനി തേങ്ങ അരച്ചതും പിന്നെ അവസാനം കുറച്ച് തേങ്ങാപ്പാലൊക്കെ ചേർക്കാനുള്ളതാണ്. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരട്ടെ. പാകത്തിന് ഉപ്പ് ചേർക്കാം. ആദ്യം ഒരു ടീസ്പൂൺ ഇട്ടാൽ മതി, പിന്നെ വേണമെങ്കിൽ പിന്നെയും ചേർക്കാം. ഈ സമയത്ത് നമുക്ക് തേങ്ങ അരച്ചതിന് വേണ്ടി നോക്കാം. ഇതിന് 1/2 മുതൽ 3/4 കപ്പ് വരെ തേങ്ങ ചിരകിയത്. ഇതിലേക്ക് 2 ചെറിയുള്ളി മിക്സി ജാറിലേക്ക് ഇടയാണ്. അതിൻ്റെ കൂടെ 1-2 തണ്ട് കറിവേപ്പില. ഞാൻ 2 ചേർക്കും, കാരണം എനിക്ക് കറിവേപ്പില കുറച്ച് അധികം ഇഷ്ടമാണ്. ഇതൊന്ന് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കണം. അപ്പോൾ പച്ചമാങ്ങയുടെ നല്ലൊരു മണം വരുന്നുണ്ട്. കിട്ടുമ്പോൾ തന്നെ അറിയാം നല്ല കറിയായിരിക്കുന്നത്. അപ്പോൾ അരച്ച് നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. കുറച്ച് വെള്ളം ചേർത്തിട്ടുള്ളൂ. അതൊന്ന് അരഞ്ഞു കിട്ടാൻ വേണ്ടി ആവശ്യമുള്ള അത്ര മാത്രം നല്ലൊരു പേസ്റ്റാക്കി മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ സമയത്തൊന്ന് ടേസ്റ്റ് നോക്കാം. തിളച്ച് വരുമ്പോൾ ഉപ്പ് പാകത്തിനുണ്ടോ, പിന്നെ മാങ്ങയുടെ പുളി ഇപ്പം നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇത് നല്ല അസൽ മാങ്ങ കേട്ടോ. ഇത് മുഴുവൻ ചേർക്കാം. മുഴുവൻ വേണ്ട, കുറച്ചും കൂടി ചേർക്കാം ഏതായാലും. പിന്നെ പച്ചമാങ്ങ എപ്പോഴും കിട്ടാനില്ലല്ലോ. അപ്പോൾ നല്ലത് കിട്ടുമ്പോൾ ഫ്രീസറിൽ വെക്കാം കേട്ടോ. ഒരു കേടും തട്ടാതെ പഴുക്കാണ്ട് നല്ല പച്ചമാങ്ങ നമുക്ക് ഉണ്ടാവും. അത് ഡീഫ്രോസ്റ്റ് ചെയ്ത് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമ്മൾ ഈ തേങ്ങ അരച്ചതും കൂടി ചേർക്കാൻ പോകണം. ഞാൻ മുഴുവൻ ചേർക്കണില്ല, ഒന്ന് നോക്കിയിട്ട് ചേർക്കാം. ഉപ്പ് കുറച്ചും കൂടി ആവശ്യമുണ്ട്. ആ തേങ്ങ അരപ്പും കുറച്ചും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ബാക്കി വന്നിട്ടുള്ളൂ. ഇനി ഇത് ഒന്നും കൂടി തിളച്ച് വരുമ്പോൾ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടത് അറിയാൻ പാടില്ല കേട്ടോ. എന്നാലും അത് ഇടുമ്പോൾ നല്ലൊരു വ്യത്യാസമുണ്ട്, നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ 10 മിനിറ്റിൻ്റെ ഉള്ളിൽ ചെമ്മീൻ കറി റെഡിയാകും. ഞാൻ പുറകിലത്തെ അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ സമയത്ത് താളിക്കാൻ വേണ്ടി ആവശ്യമുള്ള കുറച്ച് ചെറിയ ഉള്ളി നന്നാക്കിയാണ്. പിന്നെ പച്ചമാങ്ങ നമ്മൾ ആദ്യം ടേസ്റ്റ് നോക്കണം കേട്ടോ. തൊലിയോടുകൂടി, തൊലിക്ക് കയ്പ്പ് ടേസ്റ്റോ എന്തെങ്കിലും രസക്കുറവോ ഒന്നും ഇല്ലെങ്കിൽ തൊലിയോടുകൂടി തന്നെ ചെത്തി സ്ലൈസ് ആക്കിയിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ കറി 8 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ചെമ്മീനൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഏറ്റവും അവസാനം നല്ല 1/4 പാലാണ് ഒഴിച്ചിരിക്കുന്നത്. പിന്നെ കളർ കൂട്ടാൻ കുറച്ചും കൂടി മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഒന്നും കൂടി ഒന്ന് തിള വന്നതിന് ശേഷം ഇത് ഇറക്കി വെക്കാം. ഇനി താളിക്കാൻ വേണ്ടി 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം ഇതിലേക്ക് ഒരു 4 ചെറിയ ഉള്ളി സ്ലൈസ് ചെയ്തത്, അതിൻ്റെ കൂടെ 2 ചെറിയ പച്ചമുളക് പൊട്ടിച്ചിട്ടതും 2 തണ്ട് കറിവേപ്പിലയും ഇതൊക്കെ കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാൻ പോവാണ്. ആ ഉള്ളി ഒരു ചെറിയ ഗോൾഡൻ കളർ ആവണ വരെ. താളിക്കാനുള്ളത് റെഡി ആയിട്ടുണ്ട്. കറിയിലേക്ക് നമുക്കിടാം. പിന്നെ ഈ കറി കുറച്ച് കുറുകി വരും. മൺചട്ടി ആകുമ്പോൾ കുറച്ച് തിളപ്പിച്ച വെള്ളം ഒഴിച്ചാൽ മതി. അപ്പോൾ നല്ല പച്ചമാങ്ങ ഇട്ട് ചെമ്മീൻ കറി റെഡിയായി. വേഗം പോയി കഴിക്കാം.